ശരി, ഡാനിലേക്ക് വരാം. സി വി അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും ചർച്ചയായത് പൊന്നാനിയാണ്. പല പേരുകളും ചർച്ച ചെയ്തു. അവസാന നിമിഷം ലീഗ് വിമതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയിലേക്ക് സ്വതന്ത്രനായി നിർത്താനുള്ള തീരുമാനം എടുത്തത് LDF-നെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായുള്ള ചർച്ചകൾ നടക്കുന്നത്, അഭിപ്രായങ്ങൾ ഉയരുന്നത്? ധന്യ, 2009 മുതൽ, അതായത് CPI നിന്നും CPM സീറ്റ് ഏറ്റെടുത്തത് മുതൽ പൊന്നാനി CPM-നെ സംബന്ധിച്ച് ഒരു പരീക്ഷണശാലയാണ്. ഏതു വിധേനയും സീറ്റ് പിടിച്ചെടുക്കാൻ സ്വതന്ത്രരെ അവതരിപ്പിക്കുകയാണ് CPM-ന്റെ ശൈലി. ഇത്തവണ അതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം പഴയ ഫോർമുലയിലേക്ക് തന്നെ CPM എത്തിയിരിക്കുകയാണ്. 2009, 2014, 2019 ആവർത്തിച്ച് അതുപോലെ തന്നെ സ്വതന്ത്രരെ കൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത്തവണ ലീഗ് വിമതനായ KS ഹംസ തന്നെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നത് സമസ്തയുടെ ഭാഗത്തു നിന്നും ലീഗിനോട് വിരോധമുള്ള സമസ്തയുടെ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ AP വിഭാഗത്തിൻ്റെ പിന്തുണ KS ഹംസയ്ക്കുണ്ട് എന്ന് കരുതുന്നു. ലീഗിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച പല പ്രസ്താവനകളും KS ഹംസയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി ശിഹാബ് തങ്ങളെയൊക്കെ നിശിതമായിട്ട് തന്നെ വിമർശിച്ച ഒരു സാഹചര്യം. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്നപ്പോഴാണ് KS ഹംസയ്ക്ക് പുറത്തേക്കുള്ള വഴി ലീഗ് തുറന്നത്. അപ്പോൾ ലീഗ് നേതൃത്വത്തിനോട് വിരോധമുള്ള ലീഗ് നേതാക്കളും ലീഗ് പ്രവർത്തകരും KS ഹംസയ്ക്കൊപ്പം നിൽക്കും എന്നും ഇടതുപക്ഷം കരുതുന്നുണ്ട്. ഇങ്ങനെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്: തൃത്താല, പൊന്നാനി, തവനൂർ, താനൂർ. പക്ഷേ ഈ 4 മണ്ഡലങ്ങളിലെ മുന്നേറ്റത്തെ മറികടക്കാനുള്ള വോട്ട് ഷെയർ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നും മാത്രം ഒരുപക്ഷെ ലീഗിന് നേടാൻ കഴിയും. അതുപോലെ തന്നെ തിരൂരങ്ങാടിയാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലങ്ങളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ KS ഹംസയുടെ സാന്നിധ്യം കൊണ്ട് ലീഗ് വോട്ടുകളിൽ വിള്ളൽ തീർക്കാനും വലിയ ഒരു ഷെയർ തങ്ങൾക്ക് അനുകൂലമായിട്ട് നേടാനും ആണ് ഇടതുപക്ഷത്തിൻ്റെ ശ്രമം. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം, ഈ KS ഹംസയുടെ പേര് ആദ്യഘട്ടത്തിൽ എവിടെയും ചർച്ചയിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനമാണ് KS ഹംസയിലേക്ക് എത്തുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചാൽ മതിയെന്നും യുവ നേതാക്കളാവട്ടെ മത്സരത്തിലുണ്ടാവുക വസീഫിൻ്റെ പേരായിരുന്നു സജീവമായി പറഞ്ഞു കേട്ടിരുന്നത്. വസീഫ് ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറി. അങ്ങനെ ഒരു ഏറ്റവും സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് KS ഹംസയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് CPM-ന്റെ താഴെത്തട്ടിലേക്ക് എത്രമാത്രം സ്വീകാര്യമാകും ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രഖ്യാപനം എന്നത് ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ ലീഗ് വിലയിരുത്തുന്നത് KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിന് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. കാരണം ലീഗിനെ സംബന്ധിച്ച് ഹംസ ഒരു ഭീഷണിയാകുന്നില്ല എന്നാണ് ലീഗിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോലും ചിലപ്പോൾ ഹംസയ്ക്ക് നേടാൻ കഴിയില്ല എന്നും ലീഗ് ഈ ഒരു ആദ്യഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. എന്നാണെങ്കിലും ഇടതുപക്ഷം അവരുടെ പൊന്നാനി പരീക്ഷണം തുടരുകയാണ്. ലീഗിനെ സംബന്ധിച്ച് സമദാനിയാകാം സ്ഥാനാർത്ഥി എന്നാണ് നിലവിലെ സൂചന. ശരി, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പ്രതീക്ഷിക്കാൻ ഇല്ലെങ്കിൽ ആശ്വാസകരമാകുന്ന ഒരു പട്ടികയാവുമോ LDF ഇറക്കിയത്? ഹംസയെ സംബന്ധിച്ച് UDF-ൽ ഇരുന്ന ആളാണ്, LDF-ൽ വരുന്നു, മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവിടെയുണ്ടോ? ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൽ മാത്രമാണ് KS ഹംസ ഇറങ്ങുന്നത്? ഹംസയ്ക്കുള്ള അവിടെയുള്ള നമുക്കറിയാം സമുദായവുമായി ബന്ധപ്പെട്ടും സംസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പിടിപാടുകൾ എന്താണ് എന്നറിയാം. അത് മാത്രം വോട്ടാക്കാൻ സാധിച്ചാൽ മതി എന്നുള്ള ലക്ഷ്യത്തിലാണോ? കൃത്യമായി തന്നെ അവിടെ അത്തരത്തിലൊരു പഠനം നടത്തി തീരുമാനമെടുത്തതായിട്ടാണോ തോന്നുന്നത്? അവിടെ നിന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എന്താണ് സ്ഥാനാർത്ഥിയെക്കുറിച്ച്? നമ്മൾ നേരത്തെ ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ഏറ്റവും അധികം നടത്തിയത് പൊന്നാനിയാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതിനുശേഷമോ അതിനു മുൻപോ ഈ സ്വതന്ത്രർക്ക് വേണ്ട പോലെ ഈ പൊന്നാനിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം, ലീഗ് നേതാക്കളിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു KS ഹംസ. അത്തരത്തിൽ ലീഗിന്റെ ഒരു നേതാവിനെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരുന്നത് പൊന്നാനിയിലെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM-ലുണ്ടായ വിവാദങ്ങളും നിയമസഭയിലെ കാര്യമാണ്, അതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങളൊക്കെ. അവിടെ
നാട്ടുകാരൻ തന്നെയായ ഒരാളെ വേണമെന്നുള്ളതാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഉയർന്നിരുന്നത്. അത് ഈ വസീഫിനെ പോലെയുള്ള ഒരാളുടെ പേര് വരുമ്പോഴും അവരെ സംബന്ധിച്ച് ഒരു യുവ നേതാവ് വരുന്നു, അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് ആത്മവിശ്വാസവും പ്രവർത്തകരെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ആവേശവും ഒക്കെ നൽകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഹംസ വരുമ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള സൂചന. അത് സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് അല്പം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് മത്സരിക്കുകയാണെങ്കിൽ പ്രവർത്തകർക്കുണ്ടാവുന്ന ഒരാവേശം ഇതുവരെ ലീഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. തന്നെയാണ്. ഞാൻ അനുമോദിലേക്ക് വരാം. എം സനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഭയങ്കര പാർട്ടിയെ സംബന്ധിച്ചും വളരെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് കണ്ണൂർ, വടകര, കോഴിക്കോട്. എളമരം കരീം കോഴിക്കോട്, കെ ശൈലജ വടകര, എം വി ജയരാജൻ കണ്ണൂരിലും. അപ്പം അത്ര വലിയൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം ഈ സ്ഥാനാർത്ഥികളിലൂടെ മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെ വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ 3 പേരിലൂടെയും പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലെ ഒരു സാഹചര്യം വെച്ച് കോഴിക്കോടത്തെ ഇപ്പോൾ എളമരം കരീമിനെ സംബന്ധിച്ച് അവിടെ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്, ആളുകൾക്കറിയാം. പക്ഷേ വലിയൊരു ടൈറ്റ് മത്സരത്തിനപ്പുറത്തേക്ക് LDF അവിടെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? LDF വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ് മലബാറിലെ മണ്ഡലങ്ങളിൽ ഇറങ്ങുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരും കോഴിക്കോടും വടകരയും ഒക്കെ സീറ്റ് നിലനിർത്തുക എന്നത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. കാരണം ഈ